എന്തായാലും വരില്ല. അങ്ങനെ ഒന്നിനും പേടിച്ച് ഈ ഇന്ദ്രപ്രസ്ഥത്തിന്ന് അഷിത ഇറങ്ങില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്ത് കാര്യത്തിനായാലും നിനക്കൊപ്പം ഈ അമ്മയുണ്ടാവും. ആ ദുർഗയ്ക്കും കിരണിനൊപ്പം പൂർണ്ണിമയ്ക്കുള്ള പണി നമുക്ക് ഒരുമിച്ചങ്ങ് കൊടുക്കാം. സത്യമാണോ ഈ പറയുന്നേ? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഈ സമയത്ത് എന്നെ ഇതൊക്കെ സംഭവിച്ചത് വലിയ കഷ്ടമായിപ്പോയി. ആ ശരി, ഞാനൊന്ന് നോക്കട്ടെ. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, പ്രകാശേട്ടാ. എന്താ പ്രേമേ, എന്താ പ്രശ്നം? സംഭവം സത്യം. മിനിസ്റ്റർ രാജിവെച്ചു. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? മിനിസ്റ്റർ ഇടപെട്ടല്ലേ ആ സിയുടെ സ്ഥലമാറ്റമൊക്കെ തടഞ്ഞു വെച്ചത്. അതെ, അതിന്റെയൊക്കെ ആവും. എനിക്ക് ഓർക്കുമ്പോ തന്നെ എന്റെ നെഞ്ചിടിക്കോ. എന്റെ പ്രേമേ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും വെച്ചാ? നോക്കാം, ഒരു വഴി അടഞ്ഞാൽ വേറൊരു വഴി തുറക്കും. ആ ഇന്ദിര ടിവിയിലെ മന്ത്രിക്കെതിരെ വാർത്ത വന്നത്. അല്ല, എന്തിനാ ഇപ്പൊ രാജിവെച്ചത്? ഒരു വാർത്ത വന്നെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇപ്പൊ രാജിവെക്കോ? തെളിവുകളോടെയാ വാർത്ത വന്നിരിക്കുന്നത്. അന്ന് ആശുപത്രിയിൽ വിനോദിന്റെ കൂട്ടുകാർക്കൊപ്പം ഇന്ദിര ടിവിയുടെ ഓണർ പൂർണിമയെ നിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ നീ പറയുന്നത് മന്ത്രി നമ്മുടെ കേസിൽ ഇടപെട്ടത് കൊണ്ടാണ് ഈ വാർത്ത വന്നതെന്നാണോ? അറിയില്ല, പക്ഷെ അതിന് സാധ്യത ഉള്ളതുപോലെ തോന്നുന്നു. എന്നാ പിന്നെ ടി വി ഒന്ന് വെച്ച് നോക്കാം. വാ. ഇന്ദിര ടി വി എഫക്ട്. മന്ത്രി ജേക്കബ് ജോൺ രാജിവെച്ചു. മേനോൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മാഫിയ തലവനുമായുള്ള മന്ത്രിയുടെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ ഇന്ദിര ടി വി പുറത്തുവിട്ടു. ആരോപണം മന്ത്രി ജേക്കബ് ജോൺ നിഷേധിച്ചുവെങ്കിലും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നിരപരാധിത്വം തെളിയും വരെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് നമ്മുടെ കേസുമായിട്ട് ബന്ധമില്ലല്ലോ. അച്ഛാ, നമ്മുടെ സമയം മോശമായതുകൊണ്ട് ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കും. ഇതൊന്നും സമയത്തിന്റെ അല്ല. വിനീതയുടെ വീട്ടുകാർ നമുക്കെതിരെ വലിയ പ്ലാനിംഗ് നടത്തുന്നുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ എല്ലാവരും അകത്തു പോകും. മന്ത്രിയുടെ ഹെൽപ്പ് നമുക്കില്ലെങ്കിൽ ഇനി പലരും നമ്മുടെ വാക്ക് കേൾക്കില്ല. വളരെ സൂക്ഷിച്ചു വേണം ഇനി മുന്നോട്ട് പോകാൻ. മിനിസ്റ്റർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ രാജിവെച്ചതിനു ശേഷം മുൻ മന്ത്രി ജേക്കബ് ജോൺ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാം. അമ്മേ, ഇതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ്. എന്റെ കൈ ശുദ്ധമാണ്. നിങ്ങൾ ഈ പറയുന്ന മേനോൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അയാളുടെ ഒരു ഫോട്ടോ എങ്കിലും എന്നെ ഒന്ന് കാണിക്കും. മേനോനുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ പുറത്തു വന്നതുകൊണ്ടല്ലേ ഈ രാജി സംഭവിച്ചത്? ഒരിക്കലുമല്ല. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ചില മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു. അത് എന്റെ പ്രതിച്ഛായയും എന്റെ പാർട്ടിയെയും ബാധിക്കുന്നതുകൊണ്ട് അന്വേഷണം അവസാനിക്കുന്നതുവരെ രാജിവെച്ച് പുറത്തു നിൽക്കാൻ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനത് അനുസരിക്കുന്നു. അന്വേഷണം കഴിയുമ്പോ എന്റെ കൈ ശുദ്ധമാണെന്ന് തെളിയിച്ച് ഞാൻ വീണ്ടും തിരിച്ചു വരും. വിനീതയുടെ മരണത്തിന്റെ അന്വേഷണത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പോലീസിന്റെ ഒരു കാര്യത്തിലും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇതൊക്കെ ആരോ മനഃപൂർവ്വം എന്നെ കരിവാരി തേക്കാനും രാഷ്ട്രീയ ഭാവി തകർക്കാനും പടച്ചുവിടുന്ന തെറ്റായ വാർത്തകളാണ്. തൽക്കാലം ജോലികൾ നിർത്തിവെച്ച് ഞാൻ കുടുംബവുമായി സമയം ചെലവഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്വേഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും പറയൂ സർ. ഇയാൾ ഇടപെട്ടാ ആ സിയുടെ ട്രാൻസ്ഫർ നടക്കാതെ പോയത്. ഇപ്പൊ രാജിവെച്ച സ്ഥിതിക്ക് പുതിയ സി ഐ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്ന കേസ് അന്വേഷണം സത്യസന്ധമായ രീതിയിൽ നടക്കില്ലേ? നടക്കും. എന്റെ മോളെ ഇല്ലാതാക്കിയ ദുഷ്ടന്മാർക്ക് നല്ല ശിക്ഷ കൊടുക്കണേ ഭഗവാനെ. പാവം, അവളെ എന്തുമാത്രം വേദന അനുഭവിച്ചു കാണും. അവരും അനുഭവിക്കണം.
ആലോചനയിലാണെന്ന് തോന്നില്ല. അല്ല മോളെ, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കോ. അതെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ആലോചന? അമ്മ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതൊന്നും അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇവിടുന്ന് മാറി നിൽക്കുന്നതാ സേഫ്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറ. എടി മോളെ, ആ മന്ത്രി രാജിവെച്ചത് പൂർണിമ കൊടുത്ത വാർത്തയുടെ പേരില. അവരിനി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? മിക്കവാറും മന്ത്രിയുടെ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് പൂർണിമയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എങ്ങനെ അവർ ഈ വീട് ആക്രമിച്ചാ അത് നമ്മളെ കൂടി ബാധിക്കില്ലേ? ഓഹോ, അപ്പൊ ഒറ്റയ്ക്ക് ഓടി രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നല്ലേ? എടി, ഞാൻ മാത്രമല്ല, നീയും കുറച്ചാൾ വന്ന് വീട്ടിൽ നിൽക്ക്. പൃഥ്വിയും കൂട്ടിക്കോ. ഇവിടെയുള്ളവരെ മന്ത്രിയുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യട്ടെ. അതൊന്നും നടക്കില്ല അമ്മേ. അതെന്താ? അല്ലെങ്കിൽ തന്നെ എത്ര നാൾ അങ്ങനെ വന്ന് ഒളിച്ചു താമസിക്കും? അതെ, അഷിത ഈ വീട്ടിലേക്ക് വന്നത് മരണം വരെ ഇവിടെ ജീവിക്കാനാ. ശോ, പിന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനും കാരണം ദുർഗയും കിരണുവാ. അവരാ പൂർണിമേച്ചയെ കൊണ്ട് അങ്ങനെ ഒരു ന്യൂസ് ഓടിപ്പിച്ചേ. ഈ പൂർണിമ എന്തിനാ ദുർഗയും കിരണിനെ ഇങ്ങനെ അനുസരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു കാര്യം അവർക്കിടയിലുണ്ട്. അത് വെച്ചാ അവര് പൂർണിമേച്ചയെ സ്വാധീനിക്കുന്നെ. ഏതായാലും ഒരു പ്രശ്നം വന്ന ഈ വീട്ടിലുള്ളവരെ മുഴുവൻ അത് ബാധിക്കുമെന്ന് ഉറപ്പാ. മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് പറയുമ്പോ ദേ അത് നിസ്സാരമൊന്നുമല്ല. അതുകൊണ്ട് വാശി കാണിക്കാതെ നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ. അതാ ബുദ്ധി. അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ അമ്മ പൊക്കോ. ഞാൻ എന്തായാലും വരില്ല. അങ്ങനെ ഒന്നിനും പേടിച്ച് ഈ ഇന്ദ്രപ്രസ്ഥത്തിന്ന് അഷിത ഇറങ്ങില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്ത് കാര്യത്തിനായാലും നിനക്കൊപ്പം ഈ അമ്മയുണ്ടാവും. ആ ദുർഗയ്ക്കും കിരണിനും ഒപ്പം പൂർണിമയ്ക്കുമുള്ള പണി നമുക്ക് ഒരുമിച്ചങ്ങ് കൊടുക്കാം. ഉം